ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇപ്പോൾ വേണോ അരിപ്പോ തിരിപ്പോ വേണോ പള്ളിക്കെട്ട് പാടാം ഒരു ഉഷാറായിക്കട്ടെ ഒരു ഭക്തികാരത്തോടെ തുടങ്ങാം. ഇരുമുടിതാങ്ങി ഒരു മനതാകി ഗുരുനിനവേ വന്നോ ഇരുവിனை തീർക്കും യമനയും വെല്ലും തിരുവടിயை കാണ വന്നോ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്ക് മെത്തൈ സ്വാമിയേ അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്ക് മെത്തൈ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂര ദീപം സ്വാമിക്ക് അയ്യപ്പന്മാർക്കെല്ലാം കൂടിക്കൊണ്ട് അയ്യന നാടിൽ ചെന്നിടുവാൻ ശബരിമലയ്ക്ക് ചെന്നിടുവാൻ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കാർത്തികை മാതം മാലയണിந்து നെറ്റിയാകവേ വിരുദമിരുന്ന് பார்த்தசாரதில் மைந்தனே உன்னை பார்க்க வேண்டிய தவமிருந்து பார்த்தசாரதில் மைந்தனே உன்னை பார்க்க வேண்டிய தவமிருந்து இருமுடி எடுத்து எருமேலில் வந்து ஒரு மனதாகி பேட்டை துள்ளி அருமை நண்பனாம் பாவர தொழில் ஐயனின் அருமலை ஏறிடுவான் சுவாமியே ஐயப்போ ஐயப்போ சுவாமியே ஐயப்போ ஐயப்போ சுவாமியே. ചേട്ടാ ഇത് ഏത് മാത്രമുള്ള പാട്ടായിക്കോട്ടെ, ഇത് ഇതിനൊന്നും ജാതിയോ മതവും ഇല്ലാത്തൊരു പാട്ടാണ്. കാരണം ഇതൊക്കെ എല്ലാവരും കേൾക്കുമ്പോൾ അങ്ങ് ഒരു സ്പിരിറ്റ് കയറി അതിൻ്റെ ലാസ്റ്റൊക്കെ അങ്ങ് എല്ലാവരും കൂടെ ഏറ്റുപാടുന്ന അത്രയും ജനപ്രിയമായ ഒരു പാട്ടാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്. എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ശബരിമലയിലൊക്കെ ചേട്ടൻ എത്ര പ്രാവശ്യം പോയെന്ന് ചോദിച്ചാൽ ചേട്ടൻ തന്നെ ഓർമ്മയുണ്ടാവില്ല. ശബരിമലയിലേ പോയിട്ടില്ല, പോയിട്ടില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ അറിയാമല്ലോ, മൂകാംബി ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടോ? ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് അതൊന്നുമില്ല, നമുക്ക് ചർച്ചാണേലും. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മൂകാംബി ക്ഷേത്രത്തിൽ പോകണമെന്ന്. പോയിട്ടില്ലേ? പോയി. ഈ വർഷമാണ്, കഴിഞ്ഞ മാർച്ചിലാണ്. അതെന്തായാലും അതൊക്കെ ശരിക്കും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല എന്നാ പറയണത്. അതിൻ്റെതായ ഒരു വിളി വരണം, എന്നാലും പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിപ്പോ തിരുവനന്തപുരത്തല്ലേ ഭീമാപ്പള്ളി, എത്രയോ സ്ഥലങ്ങൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇന്നേ വരെ ഭീമാപ്പള്ളി പോയിട്ടില്ല. ഒരു പ്രാവശ്യം ഭീമാപ്പള്ളി അല്ല, ഭീമാപ്പള്ളി ഫേമസ് ആണല്ലോ ട്രിവാൻഡ്രത്ത്. അവിടെ ഒരു ദിവസം പോകാം എന്ന് കരുതി വെള്ളിയാഴ്ച ഒരു ദിവസം ജുമായ്ക്ക് ഞാൻ നമ്മുടെ അബീക്കയില്ലേ, അബീക്ക കൂടെ പോകുന്ന വഴിക്ക് പുള്ളി പറയുവാണ്, എടാ നമുക്ക് ഭീമാപ്പള്ളി പോയി ജുമാ കൂടാം. ആ പറയുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് വേറൊരു പള്ളിയിൽ ജുമാ അവിടെ പോയി പക്ഷേ ഭീമാപ്പള്ളി പോയി. അതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മുടെ ജീവിതത്തിന്റെ പോക്ക്. ചേട്ടൻ ഒരിക്കലും അപ്പോൾ എന്താ പറയുക, ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിചാരിച്ചിരുന്നില്ല ഇന്ന് ഈ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും കൂടെയൊക്കെ അഭിനയിക്കാം, ഇന്ന് വെള്ളിത്തിരയിൽ അറിയപ്പെടുന്ന ഒരു ജാഫർ ഇടിക്കുന്നുള്ള ഒരു പേരുകാരനായി മാറാമെന്ന് ഒരിക്കലും വിചാരിക്കണില്ല. സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നുള്ളതാണ് വാസ്തവം. ഈ തലത്തിലേക്ക് വരുന്ന ഒരു സ്വപ്നമല്ലായിരുന്നു. ഇത് സ്വപ്നമാണോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ നുള്ളിപ്പോയില്ലേ, പക്ഷെ ഇതിപ്പോ ഞാൻ എവിടെയാ, ഇത് എന്നതാന്ന്, ഞാനിപ്പോ എവിടെയാന്ന് നിൽക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോയേക്കുന്ന ഒരു സ്ഥലം. അല്ല, അത് സിനിമയിലേക്ക് വന്നതിന് ശേഷം അഭിനയിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു, കാരണം വെച്ച് കഴിഞ്ഞാൽ തമ്പുരാനെ ഇത് ഒരു വല്ലാത്തൊരു സ്ഥലത്തേക്കാണല്ലോ വന്ന് പെട്ടേക്കണേ എന്ന്. മമ്മൂക്കയുടെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരുടെ കൂടെ മമ്മൂക്ക ലാലേട്ടൻ്റെ കൂടെ ഒരൊറ്റ സിനിമയാണ് കണ്ടഹാർ. മമ്മൂക്കയായിട്ട് കുറെ അടുപ്പം, പ്രത്യേകിച്ച് ഒരു ചെറിയൊരു അടുപ്പം കൂടുതലുണ്ടോ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതെന്നാന്നറിയാവോ, അത് എന്നാ എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹം ഇത് കാണുവാണെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ എനിക്കിപ്പോഴും ഈ ഇരിക്കുന്ന സമയം വരെ എൻ്റെ മനസ്സിൽ ഇദ്ദേഹത്തെ എനിക്ക് പേടിയാണ്. സത്യം, എനിക്ക് ഭയങ്കര പേടിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഞാൻ മറ്റുള്ള നടന്മാരെ കാണിക്കുന്ന ഒരു മിഗ്ലിംഗ് ഒന്നും എനിക്കില്ല. ഞാൻ ചെന്നു ഒരു സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും, അലൈക്കും സലാം പറഞ്ഞു. അതുകൊണ്ട് എന്താടാ പടമൊക്കെ ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, എന്നോട് ചോദിച്ചു, പറഞ്ഞു പടം ഉണ്ടോ? എത്ര പടം ഉണ്ട്? 3 പടം എന്ന് പറയും. 3 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നിനക്ക് 3 പടം, എനിക്കൊരു പടം ഉള്ളൂ. അപ്പം ഞാൻ അത്രയും സംസാരിച്ചിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോരുക. പിന്നെ അവിടെ ഇരുന്നിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് ഇരിക്കുന്തോറും എനിക്ക് ആ ഒരു പേടി ഉണ്ട്. എനിക്ക് ആ ഒരു പേടി എങ്ങനെ വന്നതാണോ എന്ന് എനിക്കറിയില്ല. കയ്യൊപ്പാണല്ലോ ചേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഒരു ഫസ്റ്റ് പടം എന്ന് പറയാൻ കയ്യൊപ്പ് എന്ന് പറയാം അല്ലേ, രഞ്ജിത്ത് സാറിന്റെ പടം. അതിലൊരു നല്ല വേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ ഏട്ടാ? ഉഗ്രം വേഷമല്ലേ, നല്ല വേഷം. എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു വേഷം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയാം. കിട്ടും ചേട്ടാ, കിട്ടും. ഉറപ്പാണോ? കരിങ്കല്ല ചക്രം, ചക്രത്തെ കരികല്ല്. ഓക്കെ.
കിട്ടട്ടെ. ഈ കൊച്ചിനെ കളിക്കുന്ന കളിയാണ് കരിങ്കില്ല ചക്രമൊക്കെ. അല്ല, കരിങ്കല്ല ചക്രം എന്ന് പറയണേ അറം വന്ന വാക്കുന്നുണ്ട്, കരിങ്കല്ല ചക്രം. ഓ അത് ശരി, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കേട്ടാ. എന്തായാലും നാക്ക് പൊന്നാവട്ടെ നമുക്ക് ആശംസിക്കാം. എന്റെ അപ്പൊ പറഞ്ഞു വന്നത് മമ്മൂക്കയുടെ കൂടെ കയ്യൊപ്പ്, അതിനുശേഷം ഒത്തിരി സിനിമകൾ അഭിനയിച്ചില്ലേ മമ്മൂക്കയുടെ കൂടെ 3-4 പടം. 4 പടത്തിൽ അഭിനയിച്ചില്ലേ ചേട്ടാ? അത് വലിയൊരു കാര്യം തന്നെയല്ലേ. ഇത് വേറെ കുറെ പടങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. അതെ അതെ, അദ്ദേഹത്തിന്റെ ഒരു മിമിക്രിക്കാരൻ എന്ന നിലയിൽ ചേട്ടൻ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. ആ മിമിക്രിയിൽ ചേട്ടൻ പാട്ടുകാരനായിട്ടാണോ അതെയോ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നോ? എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ വരുന്ന സമയത്ത് ഈ മിമിക്രിക്കാർ കുറവാണല്ലോ. ആ പടം വലിയ നടന്മാർ സിദ്ദീഖ് ലാൽ സാർ അവരൊക്കെ ഉള്ളൂ. അന്നത്തെ ഒരു മിമിക്രിക്കാരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് മിക്കവാറും നടന്മാരൊക്കെ അനുകരിക്കും. അങ്ങനെ നമ്മുടെ രഞ്ജിത്ത് ചേട്ടൻ, ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്, രഞ്ജിത്ത് ചേട്ടൻ ഇവിടെ ഡയറക്ടർ, അദ്ദേഹം ജർമ്മനിയിലൊരു ഷോ പ്ലാൻ ചെയ്തു. കലാഭവൻ റഹ്മാനക്ക, രഞ്ജിത്ത് ചേട്ടൻ, ഞാൻ, നമ്മുടെ പെരുമ്പാവൂരുള്ളൊരു സന്തോഷം അറിയും, എപ്പോഴും ലണ്ടനിലായിരിക്കും. ഇവിടെ ചൂടാ, അയ്യോ എന്താണ് ഞാൻ എവിടെയാണ് എന്ന് പറയുന്നത്. ആ സന്തോഷം ചട്ടി സന്തോഷം എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. ചട്ടി സന്തോഷം. സന്തോഷമാണ് മോഹൻലാലിനെ അനുകരിക്കാനായിട്ട്, ലാലേട്ടനെ അനുകരിക്കാനായിട്ട് ജർമ്മനി വന്ന്. ജർമ്മനി ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്ന സിറ്റി. അപ്പോൾ അവിടെ മെറ്റ്മാൻ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത്. അവിടെയാണ് ഷോയും. ഈ ഷോയ്ക്ക് മോഹൻലാൽ പറയാനായിട്ട് അതിൻ്റെ തലേ ദിവസം ഒരു പ്ലാനിങ് നടത്തുന്ന സമയത്ത് രഞ്ജിത്തേട്ടൻ അതൊന്ന് പറഞ്ഞ് എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇവൻ പറഞ്ഞിട്ട് ശരിയാവണില്ല. ഇദ്ദേഹം ലാലേട്ടനെ പറയാൻ വന്നേക്കുന്ന ആളാ. ഇദ്ദേഹം പറഞ്ഞിട്ട് എന്തോ ഒരു ഇതൊക്കെ ആയി അങ്ങ് മാറി. റഹ്മാനിക്ക, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാന്ന് പറയും. റഹ്മാനിക്ക ലാലേട്ടനെ പറയുന്നു. എൻ്റെ കൊച്ചെ എന്നാ തരാൻ പാടില്ല, ഞാൻ എന്നോട് ഇനി നീ ഒന്ന് ചെയ്തടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടൻ ഒരിക്കലും ഈ ചേട്ടൻ്റെ ഈ ശബ്ദവും വെച്ചോണ്ട് അല്ലേ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. തമ്പുരാനാണ് സത്യം ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ. ഈ സംഭവം ഞാൻ തിരിഞ്ഞു വന്നിട്ട് പറയൂ, ഡയലോഗ് അറിയില്ല. അതൊന്നും ഇവിടെ കേൾക്കണം. അല്ല അതെന്നിട്ട് പറഞ്ഞു. തിരിഞ്ഞു വരാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, ഒരു സ്ഥലവും വേണ്ട. പടന്നേനെ അവിടെ. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഇദ്ദേഹം എഴുതിയ ഡയലോഗ് ദേവാസുരത്തില് തിരിഞ്ഞു ഇതെവിടുന്ന് വരുന്നു. അപ്പൊ ഈ എല്ലാവരും കാണിക്കും പോലെ ഇതൊക്കെ അന്ന് കാണിക്കണമല്ലോ, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആളാ. എനിക്കറിയില്ല. കാണരുത് എന്ന് പറയുന്നതേ കാണും, കേൾക്കണ്ട എന്ന് പറയുന്നതേ കേൾക്കും. എന്ത് ചെയ്യാം, വിധി. ഇതാ പറഞ്ഞത്. ഇതിൽ ആലയണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അത് അവിടെ കറക്റ്റ്. ഇപ്പൊ ഞാൻ പറയാം, ഈ സാധനം ഞാനെന്ന് പറയുന്നത് ഇത് നടത്തിയത് ജർമ്മനിയില് മെറ്റ്മാൻ സിറ്റി. മലയാളികളായിരുന്നു അവര് എല്ലാവരും കൈയടിച്ചു. ഞാൻ പറയുന്നു ഇത് സൂപ്പർ. ഞാൻ അന്ന് ആപ്റ്റായിരുന്നു കുഞ്ഞ്. അപ്പൊ ഇത് പറയട്ടെ, ഇനി ലാലേട്ടന്റെ പറഞ്ഞല്ലോ, അത് മമ്മൂക്കാടെ ഒരു സംഭവമായിട്ടാ ഒന്ന് പറഞ്ഞോട്ടെ മോനെ. പാലക്കാട് ഒരു സ്റ്റേജില് ഞാൻ ശങ്കരാടി ചേട്ടനെ പറയും, മമ്മൂക്കാനെ പറയും, ലാലേട്ടനെ പറയും, ഇന്നസെന്റ് ചേട്ടനെ പറയും, കുറേ ഇങ്ങനെ പറയുവായിരുന്നു. ഞാൻ ചെയ്തോട്ടെ, ഞാൻ തിക്കൃഷി ചേട്ടനെ ഒന്ന് പറഞ്ഞോട്ടെ. തിക്കുറിശി ചേട്ടനാ അല്ലേ? ശങ്കരാടി മാറിപ്പോയതാ ചേട്ടാ. എന്നാ വേണ്ട വിട്ടോ. പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊക്കെ തിക്കുറിശി ചേട്ടൻ പറയാം. തിക്കുറിശി ചേട്ടൻ പറഞ്ഞിട്ട് ശങ്കരാടി ചേട്ടൻ പറഞ്ഞു. അപ്പൊ ശങ്കരാടി ചേട്ടനെ അറിയാൻ പാടില്ല, തിക്കുറിശി ചേട്ടനെ അറിയാൻ പാടില്ല. കിട്ടുന്നതിൽ പാതി എനിക്കും രാമഭദ്രനും തരികയാണെങ്കിൽ അങ്ങനെ പറയും. എന്റെ മൂത്ത മോൻ ബുദ്ധൻ, രണ്ടാമത്തെ മോൻ ശുദ്ധൻ, മൂന്നാമത്തെ മോൻ ബുദ്ധൻ. ഏതാ പേരത്? എല്ലാവരുടെയും പേര് ബുദ്ധൽ ബുദ്ധൽ ബുദ്ധൽ. അതുപോലെ തന്നെ അല്ല തിക്കുറിശേട്ടൻ പാട്ട് തന്നെ സംസാരിക്കുമ്പോൾ ചോദിക്കണം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കണോ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു പോവാ ശാശ്വതമേ ഉലകി. പാട്ട് വേറെ നമ്മൾ ഈ മരിച്ചു പോയാലും ഒരിക്കലും അവരുടെ ഓരോ അയ്യോ അതൊന്നും പറയട്ടെ. അന്നേരം അനെ ഓർക്കുന്നത്, മരിച്ചു പോയാലും ഓർക്കുന്നതല്ല. സിനിമാക്കാർക്ക് മരണമില്ലല്ലോ. ഞാനിപ്പോ അഭിനയിച്ച ചില ആൾക്കാരുണ്ട് നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോഴേ അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം ഇതൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്തു. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ശങ്കരാടി ചേട്ടനെ ഇവിടെ ശങ്കരാടി ചേട്ടൻ്റെ കഥ പറയാം. അപ്പോൾ പാലക്കാട് ഭയങ്കര സ്റ്റേജ് കാര്യങ്ങളൊക്കെ, കണ്ടം പാടമില്ലേ അത് ഉഴുതിട്ടേക്കുവാ, ഇത്രയുള്ള കട്ടകൾ കിടക്കുക ഇങ്ങനെ. അപ്പൊ അതൊക്കെ തള്ളി നിരത്തിയിട്ട് ഇങ്ങനെ കിടക്കുന്നിടത്താണ് സ്റ്റേജ്. റിമീൻ പാടിയിട്ടുണ്ട് അവിടെ, എല്ലാവരും പാടിയിട്ടുണ്ട് അവിടെ. പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് കലാഭവനി കളിക്കുമ്പോഴത്തേക്കും സുഹൃത്തിൻ്റെ പേര് പറയുന്നില്ല, റിവിക്ക് അറിയാം, റിവിയുടെ നാട്ടുകാരനാണ്. അന്ന് സ്റ്റാർ എന്ന് പറയുന്ന സെഗ്മെന്റ് തന്നെ ഉണ്ട്. സ്റ്റാർ ഒരു ഐറ്റം സ്റ്റാറാണ് അത്. ഇനി മലയാള സിനിമയിലെ ഏതാനും സ്റ്റാറുകളെ അനുകരിക്കാം ഞങ്ങളുടെ ഭാവനയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി വന്നു. ആദ്യം വന്നിട്ട് MG സോമൻ ചേട്ടനെ അനുകരിക്കണം.
നേരാ തിരുമനസ്സേ ഈ പച്ചം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന് പറയും. ഫ്രണ്ട് ഇരുന്നിട്ട് നീ പള്ളിക്കൂടത്തിൽ പോകണ്ടാന്ന് ചോദിച്ചു. ഇയാളുടെ കയ്യിൽ നിന്ന് പോയി. ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു. അങ്ങനെ റിയാക്ഷൻ അങ്ങനെ പറഞ്ഞു. ഫ്രണ്ട് ഇരുന്നിട്ട് ഒരാൾക്ക് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല പറയാം, എനിക്ക് വന്ന കാര്യമല്ലേ പറയാൻ പറ്റേ. അല്ല പിന്നെ എന്നാ അപ്പൊ പറയാ. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇയാളങ്ങ് എത്തിച്ചു. മരം വെട്ടുകാരനായിരുന്നു അപ്പനെ എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റപ്പെട്ടൊരു സ്പീഡ് അങ്ങോട്ട് കൂടി വിറച്ചൊക്കെ പോന്നു കേട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പം 2 നടൻ ആദ്യം നമ്മുടെ പാട്ടുകാരങ്ങനെയല്ല, ആണുങ്ങൾ 2 പാട്ട് പാടിയതിനു ശേഷം ഫീമെയിലോ പിന്നെ ഡ്യൂറ്റ് അങ്ങനെയല്ലോ അവന്. അപ്പോൾ ഇത് 2ാമത്തെ നടനും ഇദ്ദേഹമാണ്. അപ്പോൾ ഇയാൾക്കൊരു പേടി. ഇയാൾ കയറി വന്നിട്ട് നെടുമുടി വേണു പറയാനായിട്ട്, വേണുചേട്ടൻ്റെ പറയാനായിട്ട് വയ്യാ വയ്യാ മടുത്തു അത്ര തന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ടോ ഇതൊക്കെ കേട്ടോണ്ടിരുന്നു. എൻ്റെ അമ്മയുടെ ശവം ആറ്റിക്കൂടെ ഒഴുകി പോണത് കണ്ടു നിന്നവനാ ഞാൻ എന്ന് പറയും. എടാ 10-20 കൊല്ലമായി ഈ ശവം ആറ്റിക്കൂടെ ഇങ്ങനെ ഒഴുകി കിടക്കണം, വലിച്ച് വല്ലയിടത്തും കുഴിച്ചിട്. ഇവൻ തന്നെ പറഞ്ഞു. ഈ കക്ഷിയുടെ കയ്യിൽ നിന്ന് മൊത്തം പോയി കഴിഞ്ഞപ്പോഴത്തേനും പുറകെ വന്നിട്ട് പറയല്ലേ ഇനി ഞാൻ പറയൂല, ഇനി ഞാൻ സ്റ്റേജിലേക്ക് പറഞ്ഞ പ്രശ്നമല്ല, ആരെങ്കിലും കയറി പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മൾ രംഗപ്രവേശനം. അപ്പം നമ്മൾ അന്ന് പറയുന്ന 2-3 നടന്മാരേ ഉള്ളൂ. നടനിൽ ശങ്കരാടി ചേട്ടൻ്റെ പറയുവാണ്. ശങ്കരാടി ഒരു തോർത്ത് ഒരു വെനിയനും ഒരു കൊണ്ടുകൊടുത്തിട്ട് നമ്മൾ കയറി ചെന്നപ്പോഴത്തേന് ഇന്നത്തെ സിനിമ കണ്ടിട്ടും സീരിയൽ ആരാധകരൊന്നും അല്ലല്ലോ, അതിനുള്ള കൈയടിയൊന്നുമില്ല. നമ്മൾ പറഞ്ഞാലേ ഉള്ളൂ കൈയടിക്കുള്ളൂ നന്നായാൽ. അങ്ങനെ കയറി ചെന്നു കരിഞ്ഞേട്ടൻ.